അക്ബറിന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? ഇല്ല. പിന്നെന്താണ് ലക്ഷ്മി? ഞങ്ങൾ കേട്ടിട്ടില്ല. അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എന്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടത്. അത് ഇപ്പോ ആദിലോടും നൂറാടും കൂട്ടുകൂടലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത്. അതെങ്ങനെ അങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി. ഞാന് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വൈൽഡ് ഗാർഡിൽ നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം ഇന്ന് ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്, ഇതില് വീഡിയോയിൽ വന്നിടുന്നത്. അപ്പൊ ഞാൻ എന്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ആ മക്കളിനെ എന്റെ അക്ബറിന്റെ പോലെ ഞാൻ കണക്കാക്കിയുള്ളത്. എനിക്ക് അക്ബർ വേറെ, ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എന്റെ മോന്റെ കൂടെ അവര് എന്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എന്റെ മോനും ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാവരും സ്നേഹിക്കാനേ. എല്ലാവരും സ്നേഹിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റുക.